voice of marketing, in touch with positive people. ഇന്നത്തെ മാർക്കറ്റ് വോയിസ് പുതിയ ഒരു പേജിലേക്ക് കടക്കുകയാണ്. ജ്വല്ലറി ഷോപ്പിൻ്റെ കൂടുതൽ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇന്നത്തെ മാർക്കറ്റ് വോയിസ് സംസാരിക്കാൻ പോകുന്നത്. ഏതെല്ലാം രീതിയിൽ ജ്വല്ലറി ബിസിനസ് ഗ്രോത്ത് ചെയ്യാം. ഗോൾഡ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടൗണിൽ തന്നെ എന്തുമാത്രം റീറ്റെയിലേഴ്സ് ഉണ്ട്. പ്രമുഖരെ കൊണ്ടുവന്ന് അവർ ഇനാഗ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ തന്നെ ആ ഷോപ്പിലേക്ക് അപ്പോൾ ഒരു ഒഴുക്ക് അത് നിലനിർത്താൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ ഒരു പ്രത്യേകമായ എന്താണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, കൂടുതൽ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് നമുക്ക് ഓഡിറ്റോറിയങ്ങളുടെ ഒരു ഏരിയ എടുക്കാം. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു കല്യാണം, ആരുടെ കല്യാണമായാലും അതൊരു നടക്കുന്നത് പ്രത്യേകിച്ച് അതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കുക, അല്ലേ? വലിയ ഒരു ഓഡിറ്റോറിയത്തിലായിരിക്കാം ചിലപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തുക. അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു എൻഗേജ്മെൻറ്റ് നടക്കുമ്പോൾ ഒരു മാസം എന്തുമാത്രം എൻഗേജ്മെൻറ്റുകൾ, കല്യാണ ഉറപ്പിക്കലുകൾ, കല്യാണ ഫിക്സേഷൻ നടത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ആ ഓഡിറ്റോറിയത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ സമീപത്തുള്ള ഓഡിറ്റോറിയം നടത്തുന്ന അതിൻ്റെ ഓണേഴ്സ് അതിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയാണോ? ആ ഡേറ്റ തരാൻ ഓഡിറ്റോറിയം അതോറിറ്റി തയ്യാറാവുകയാണെങ്കിൽ അവിടെ നിന്നും കിട്ടുന്ന ഡേറ്റകൾ ഉറപ്പായിട്ടും ആ ജ്വല്ലറി ഷോപ്പ് നടത്തുന്ന സ്റ്റാഫുകൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. വധുവായാലും വരനായാലും അണിഞ്ഞൊരുങ്ങാൻ ബ്യൂട്ടി പാർലറിൽ പോകുമല്ലേ, അങ്ങനെ ഒരു ഫിക്സേഷൻ ബ്യൂട്ടി പാർലറായിട്ട് ഒരു ടൈപ്പ് അവർ ഉണ്ടാക്കി വയ്ക്കും. ഇന്ന ഡേറ്റിൽ കല്യാണം ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം ഇന്ന ഡേറ്റിൽ കല്യാണം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്ക് കിട്ടും. ഈ ഇൻഫർമേഷൻ ഒരു ജ്വല്ലറിയിലെ ഓണേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ കളക്ട് ചെയ്ത് ആ ഡേറ്റ എടുത്ത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുക, അത് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ്സ് പ്രിപ്പറേഷൻ നടത്തുന്ന ആ പ്രസ് ഏരിയ, അവിടെ ഒരു ടൗണിലായാലും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഏരിയയിലായാലും ആ ഷോപ്പ് നിൽക്കുന്ന പരിസരത്തിലായാലും ചിലപ്പോൾ 1-2 കാർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇൻവിറ്റേഷൻ തയ്യാറാക്കുന്ന, ക്ഷണക്കത്ത് തയ്യാറാക്കുന്ന ആ ഏരിയ, ആ പ്രസ്സിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. അവർക്കറിയാം എന്നാണ് കല്യാണം, എന്നാണ് ഫിക്സേഷൻ. ആദ്യം പറഞ്ഞ മെത്തേഡ് ഓഡിറ്റോറിയം ഫേസ് ചെയ്യുക, അത് സെക്കൻഡ് വൺ ബ്യൂട്ടി പാർലർ, തേർഡ് വൺ ക്ഷണക്കത്ത് തയ്യാറാക്കുന്ന ഏരിയ. ഇവിടെയുള്ള അതോറിറ്റികളെ കണ്ട് കൃത്യമായി അവർക്ക് ഒരു മോട്ടിവേഷൻ ചെയ്ത് നല്ല ട്രസ്റ്റബിലിറ്റി ഉള്ള ഒരു ജ്വല്ലറി ആണെങ്കിൽ കൃത്യമായിട്ടും അവർ ഡേറ്റ കൊടുക്കാൻ തയ്യാറാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ അവിടെ മീറ്റ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് വളരെ വെറൈറ്റിയായ ഡിസൈൻസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടുമോ, ഒന്ന് നേരിട്ട് വന്ന് മാഡത്തെ കാണാൻ സാധിക്കുമോ, വീട്ടിൽ എത്താനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് തരുമോ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് തരുമോ? ചിലപ്പോൾ അവർ തിരക്കിലായിരിക്കും. ഞങ്ങൾ വേറൊരു ജ്വല്ലറിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒഴിയുമായിരിക്കും. ഫോളോ അപ്പ് ചെയ്യണം, കൃത്യമായ ഒരു ഫോളോ അപ്പ് ലിസ്റ്റ്. കാരണം ഇതിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബിസിനസ് ഏരിയ അല്ല ഇത്. ആ കസ്റ്റമറെ ഒരു പ്രീമിയം കസ്റ്റമറാണ്. ഒരു പ്രീമിയം കസ്റ്റമറെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, അവരെ ഏത് രീതിയിൽ, ഏത് ലാംഗ്വേജ് ഉപയോഗിച്ച് ഡീൽ ചെയ്യണം, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച ശേഷം ആ അവരുടെ പ്രൊഫൈല് കൃത്യമായി പഠിച്ച ശേഷം അവരുടെ പ്രൊഫൈൽ മനസ്സിലാക്കുക. എന്താണ് കസ്റ്റമർ ചെയ്യുന്നത്, ആരാണ് കസ്റ്റമർ, ഏത് ടൈപ്പിൽപ്പെട്ട കസ്റ്റമറാണ്, അല്ലെങ്കിൽ ഇടുക്കിയിലുള്ള സാധാരണ ഒരു കർഷകനായ വ്യക്തിയാണോ, അല്ലെങ്കിൽ എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണോ, ആരാണ് നമ്മുടെ കസ്റ്റമർ. ആ കസ്റ്റമറുടെ പ്രൊഫൈൽ മനസ്സിലാക്കി എന്ത് ആറ്റിറ്റ്യൂഡ് ആ കസ്റ്റമറിനെ വിളിക്കുമ്പോൾ എടുക്കണം, അത് പഠിച്ച ശേഷം അവരുടെ
ഫീസിബിലിറ്റി, അവരുടെ സൗകര്യം നമ്മൾ ശ്രദ്ധിക്കുകയും ആ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫോളോ അപ്പ് എന്നുള്ള ഒരു കസ്റ്റമർക്ക് ഫോളോ അപ്പ് എന്ന ഒരു ഫോം തയ്യാറാക്കുകയും ഫോളോ അപ്പ് 1 2 3 4 വരെ അതിൻ്റെ സ്റ്റാറ്റസ് എഴുതി സൂക്ഷിക്കുകയും ചെയ്യണം. ആദ്യം ഫോളോ അപ്പ് ചെയ്തു, ആ ഫോളോ അപ്പിൽ വന്ന കാര്യം ഇപ്പോൾ സമയമില്ല പിന്നെ വിളിക്കൂ, അത് ഫോളോ അപ്പ് 1-ൽ എഴുതി വയ്ക്കണം. അടുത്ത കസ്റ്റമർ എന്താണ് സെക്കൻഡ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്, ഓഫീസിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ട് വരൂ, ഫോളോ അപ്പ് 2-ൽ സെക്കൻഡ് കസ്റ്റമറുടെ ഫോളോ അപ്പ് എഴുതി വെച്ചു. അതുപോലെ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായി കസ്റ്റമറെ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് അവർ ഷോപ്പിലേക്ക് വാക്കിൻ വരികയുള്ളൂ. അങ്ങനെ ഷോപ്പിലേക്ക് വാക്കിൻ വരുമ്പോൾ അവർക്ക് കൃത്യമായൊരു സ്കീം നമുക്ക് കൊടുക്കാൻ സാധിച്ചിരിക്കണം. 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിയുന്നു, ഇപ്പോൾ ഗോൾഡ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇത്രയും ഓഫർ, ഗോൾഡ് ഇത്രയും 50 പവൻ എടുക്കുമ്പോൾ ഇത്രയും ഓഫർ ഞങ്ങൾ ചെയ്യാം. ആ വധുവിൻ്റെയും വരൻ്റെയും പൂർണ്ണമായ കോർഡിനേഷനോട് കൂടി തന്നെ 2 കസ്റ്റമറെയും മീറ്റ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വളരെയധികം വെറൈറ്റിയുള്ള ഡിസൈൻസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് പറ്റുമെങ്കിൽ അന്ന് തന്നെ അവരെ കൊണ്ട് ഡിസൈൻ സെലക്ട് ചെയ്യിപ്പിച്ച് വിടുകയാണെങ്കിൽ, അവർ വാക്കിൻ ചെയ്യുന്ന ദിവസം തന്നെ നമുക്കൊരു ഡിസൈൻ സെലക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഡിസൈൻ സെലക്ഷൻ ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയും അവരുടെ വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പിലേക്ക് അത് ഇട്ട് കൊടുക്കുകയും എങ്ങനെയാണ് ഒരു ജ്വല്ലറി ബിസിനസ് ക്ലോസിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ടത്, അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ഒരു പേഴ്സണൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യണം. അവർക്ക് ആ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ അത് ഡിസൈൻസ് കാണാൻ വരുമ്പോൾ ആഭരണം ധരിച്ചു നോക്കാനുള്ള ഒരു സൗകര്യം ഫെസിലിറ്റി ഒക്കെ കൊടുത്ത് ആ കസ്റ്റമറെ നമ്മൾ ആ നല്ല കസ്റ്റമർ റാപ്പോയിൽ അവർക്ക് വേണ്ട, അവർ രാവിലെ വാക്കിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട കോഫി, ടീ, ജ്യൂസ് ഇതെല്ലാം കൊടുത്ത് അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, അവരെ ബഹുമാനിച്ച് അവർക്ക് ഒരു നല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെ, കാരണം ഒരു ജ്വല്ലറിയിലേക്ക് വളരെ ബൾക്ക് വോളിയം പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ കുടുംബത്തെ ഒരു മെമ്പറെ പോലെ, നമ്മുടെ ബ്രദറിനെ പോലെ അല്ലെങ്കിൽ സിസ്റ്ററിനെ പോലെ അവരെ ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വളരെയധികം സന്തോഷത്തോടെ ആ ബിസിനസ് ക്ലോസ് ചെയ്യാനും പറ്റണം. എത്ര വലിയവരായാലും സ്നേഹത്തിൻ്റെ മുന്നിൽ, നല്ല പെരുമാറ്റത്തിൻ്റെ മുന്നിൽ, റെസ്പെക്റ്റോടെയുള്ള പെരുമാറ്റത്തിൻ്റെ മുന്നിൽ എല്ലാവരും മുട്ടുമടക്കും എന്നുള്ള റിയാലിറ്റി മനുഷ്യനാണെങ്കിൽ ഒരു നല്ല സ്മൈൽ കൊടുക്കുമ്പോൾ അയാൾ തിരിച്ചും സ്മൈലും നമ്മളിലേക്ക് തരും എന്നുള്ള റിയാലിറ്റി, ആ സത്യം മനുഷ്യനാണെങ്കിൽ അത് തിരിച്ച് കിട്ടും എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി വച്ചുകൊണ്ട് തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ കൃത്യമായി ഫോളോ അപ്പ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ ഉറപ്പായിട്ട് സാധിക്കും. മാർക്കറ്റ് വോയിസിൽ സംസാരിച്ച ഈ സബ്ജക്റ്റ് ജ്വല്ലറീസ് ഷോപ്പിൽ എങ്ങനെ ബിസിനസ് കൂട്ടാം എന്നുള്ളൊരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് മറ്റൊരു വലിയ ഘടകം ഈ മാർക്കറ്റിൻ്റെ ഏരിയ കൂടാതെ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്റ്റാഫുകളെ, നല്ല സ്റ്റാഫുകളെ, മെയിൽ ഓർ ഫീമെയിൽ സ്റ്റാഫുകളെ എടുത്ത് ആ ഏരിയകളിലൊക്കെ കല്യാണം നടക്കാൻ സാധ്യതയുള്ള ഏരിയകളിൽ പോയി ആ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്ന് ഷോപ്പിൽ, നിങ്ങളെ ജ്വല്ലറി ഷോപ്പിൽ കൊണ്ടുവന്ന് അവരെ ഷോറൂമിലേക്ക് വാക്കിൻ ചെയ്യിപ്പിച്ച് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതിന് ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാം അത് നമ്മൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്യണം. കല്യാണം നടത്തുന്ന വധൂവരന്മാരുടെ വീടുകളിൽ നിന്നായിരിക്കും അധികം ബിസിനസ്സുകൾ വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ആരൊക്കെ ഒരു ജ്വല്ലറിയെ സമീപിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഗോൾഡ് കുറച്ച് പണം വരുമ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് എത്ര പേരുണ്ട്, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. അവരെ ഫോളോ അപ്പ് ചെയ്യണം. അവരെ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള റിപ്പോർട്ട് കൊടുക്കണം. ആ രീതിയിൽ ഈ ബിസിനസ് മോട്ടിവേറ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റും. കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ തന്നെയാണ് അതിലൊക്കെ ബിസിനസ് വരുന്നത്. അപ്പോൾ ജ്വല്ലറി ബിസിനസ്സിൻ്റെ അത് ബിസിനസ് ഗ്രോത്ത് ചെയ്യാനുള്ള മറ്റു ഏതൊക്കെ ഉറവിടങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്.